അതെ നാട്ടുകാരിയെ. അവിടെ തന്നെയാണോ? കണ്ടിട്ടില്ലേ? ഇവിടെ അടുത്ത് തന്നെ, ഞങ്ങളുടെ പൊക്കത്താണ്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടുമുണ്ട്. ബിഗ് ബോസിൽ പോയി പോരേണു. ബിഗ് ബോസിൽ പോയി രേണു. ഹലോ ഗൈസ്, നമ്മുടെ രേഷ്മ തങ്കച്ചൻ ഫാൻസ് അല്ലെങ്കിൽ രേണു സുധി ഫാൻസ് വരൂ. വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ തമ്മനയിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളെല്ലാവരും ഓടി വന്നേ എന്ന കാര്യം എനിക്കറിയാം. രേണു സുധിയുമായി ബന്ധപ്പെട്ട് രേണു സുധീൻ്റെ നാട്ടുകാർ പറയുന്ന കുറച്ച് അഭിപ്രായങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പം ഞാൻ കരുതി ആ വീഡിയോനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിച്ചേക്കാം. കരിയായിട്ടൊന്നും പറയാനില്ല. ഈ അമ്മച്ചിയാണ് രേണു സുധിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. രേണു സുധീൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്മച്ചിയാണ്. ആള് ചെറിയ പ്രായം തൊട്ടേ രേണു സുധീനെ കണ്ടിട്ടുണ്ട്. എന്തായാലും കേട്ടതനുസരിച്ചിട്ട് വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല. പറയുന്നത് ഫുള്ള് നെഗറ്റീവ് ആണ്. സോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ചു കേട്ടോ. ഇവിടെ ഞാനൊന്നും പറയുന്നില്ല, പറയുന്നത് മുഴുവൻ ഈ ആന്റിയാണ്. എന്നെ വധിക്കാൻ വരണ്ട. പോയി രേണു, പക്ഷെ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. ഞങ്ങൾ അയൽക്കാരാ, ഒരഭിപ്രായവും ഇല്ല. രേണു സുധിയെ കുറിച്ച് ഒരഭിപ്രായവും ഇല്ല. ഞങ്ങൾക്ക് ആർക്കും വലിയ അഭിപ്രായമില്ല. എന്ത് പറ്റിയാവോ? ഇവിടെ നടക്കുമ്പോ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ജാടിയെ. നമ്മളതിൽ നാട്ടുകാരല്ലേ, നമ്മള് ബസ് കയറാനൊക്കെ ചെല്ലുമ്പോ പുള്ളിക്കാരിയെ കണ്ടാ പുള്ളിക്കാരി ഒന്ന് നോക്കുകയോ പോലും ചെയ്യത്തില്ല. അതിനേക്കാൾ കഷ്ടം ഇപ്പൊ ബിഗ് ബോസിൽ പോയി കിടന്ന് കളിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യരെ കുറിച്ച് നമുക്കൊരു നന്മ ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് നമ്മളൊരു നന്മ പറയത്തുള്ളൂ. അയ്യോ അമ്മച്ചി, എനിക്ക് ജാടയുണ്ടാവും. കാരണം കൊല്ലം സുധിയുടെ ഭാര്യയാണ് ഞാൻ. ഒരുപാട് ഷോർട്ട് ഫിലിമുകളും മോഡേൺ ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യുന്ന ഒരാള്, ബിഗ് ബോസിലെ വലിയൊരു ആള്, വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാള് എന്ന നിലയിൽ എനിക്ക് കുറച്ച് ജാടയുണ്ടാവും. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നി എന്ന് എനിക്കറിയില്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി പല കാര്യങ്ങളും പറയുന്നത് കേൾക്കുമ്പം അവർ നിൽക്കുന്ന സ്ഥാനത്തെ അവർ ഭയങ്കരണം ഒരു ഹൈ ലെവലിലങ്ങ് പൊക്കിക്കെട്ടിയിട്ട്, അല്ലെങ്കിൽ ഞാനെന്തോ വലിയ സംഭവമാണ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറും ശിശുവാണ്, നിങ്ങൾക്കൊന്നും എൻ്റെ നിലയിൽ എത്താൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നവർ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ എന്നോട് തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, രേണു സുധിയിൽ നിനക്ക് കുശുമ്പാണ്. എനിക്ക് എന്തിനാണ് കുശുമ്പ് ചേട്ടാ? ഞാൻ നന്നായി നല്ലൊരു ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു സോഷ്യൽ മീഡിയ ബഫൂണായിട്ടും ഞാൻ നിൽക്കുന്നില്ല. ഐ വാസ് ഹാവിങ് എ ഹാപ്പി പീസ്ഫുൾ ലൈഫ്. അപ്പം ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇനി എല്ലാവരും എൻ്റെ തലയ്ക്ക് കയറണ്ട. ഈ അമ്മച്ചി പറഞ്ഞതാണ്. നന്മയില്ലെങ്കിൽ പിന്നെ നമ്മള് പറയുവോ? ഇപ്പൊ മോനെ ആണെങ്കിലും കണ്ടിട്ടില്ല, മോന് വഴി ഞാനൊന്ന് നിന്ന് അല്ലെ ചേച്ചി, ഇപ്പം ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോഴല്ലേ നമ്മളൊരു ഒരാളെ കുറിച്ച് ഒരു നന്മ പറയത്തുള്ളൂ. ഇത് നന്മ പറയത്തക്കാടി അതൊന്നും ഞങ്ങൾക്ക് അയൽവക്കക്കാർക്കില്ല, അനുഭവം ഇല്ല. മൊത്തത്തിൽ എല്ലാ മനുഷ്യരും, ഈ വാർഡിൽ എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയാണ് കുറായി പറയുന്നത്. ബസ് കയറാനൊക്കെ നമ്മൾ ഇവിടെ ഈ വളവ് അങ്ങോട്ട് തിരിയുന്ന, ഈ വളവ് അങ്ങോട്ട് കയറുന്ന, അപ്പൊ നമ്മള് ചെല്ലുമ്പോ കണ്ടിട്ടുള്ള മനുഷ്യരല്ലേ കുട്ടിപ്പാവാടയിട്ട് ഒരു കുട്ടി ഉടുപ്പ് ഇട്ട്. ഗെയിം കാണുന്നുണ്ട്, ഗെയിം എന്നും കാണും. രേണു സുധിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കുട്ടിപ്പാവാടയും കുട്ടിയുടുപ്പും ഒക്കെ ഇട്ട് ഇവര് പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഇപ്പൊ ഇവരെ കണ്ടാൽ ഒന്ന് സംസാരിക്കാനോ ഒന്ന് മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം ചോദിക്കാനോ ഇവർക്ക് താല്പര്യമില്ല. കാരണം ഇവരെന്തോ വലിയ ടീമായി, ഇതൊക്കെയാണ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും വലിയതില്ല. ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുള്ളൊന്നും കാണില്ല എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണ് രേണു സുധി ഇപ്പം ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ഈ നാട്ടുകാരുടെ ഇടയിൽ ഒരാളായി ജീവിച്ചിട്ട് അല്ലെ അവരോട് മിണ്ടി വർത്താനം പറഞ്ഞിട്ട് ഇപ്പം അതൊന്നും കാണിക്കാണ്ട് നിൽക്കുന്ന സമയം അങ്ങനെ തന്നെ പറയും. ഈ ജാടയും അഹങ്കാരത്തിനൊന്നും ഒരു കാര്യമില്ല. എളിമ അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബിഗ് ബോസ് പോയി വന്നതോടുകൂടി ഞാനെന്തോ വലിയ കരസ്ഥമാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ കരസ്ഥമാക്കി, പക്ഷെ എന്ന് കരുതി അഹങ്കാരം തലയ്ക്ക് പിടിക്കരുത്. കുറച്ചൊക്കെ നിങ്ങളുടെ നാട്ടുകാരോടും ഈ ആൾക്കാരോടൊക്കെ കുറച്ച് സ്നേഹമുള്ളത് നല്ലതാണ്. പിന്നെ നന്ദിയില്ലായ്മ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പാന്നുള്ളത് നമുക്ക് കുറേ സിറ്റുവേഷനിൽ കൂടെ അറിയാം. വീടുണ്ടാക്കി തന്ന ഫിറോസ് ഖാനെ നാണം കെടുത്തി വിട്ടു, ആ വീടിനെ ദാനമാക്കി പറഞ്ഞു, സഹായിച്ച എല്ലാവരെയും മാറ്റി നിർത്തി, കിച്ചുവിനെ ഒഴിവാക്കി, പകരം നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും കൂടെ അവിടെ താമസിക്കാൻ തുടങ്ങി. ബിഗ് ബോസ് തുടങ്ങിയ പാടൊരു ഇൻട്രോ വീഡിയോ എടുത്ത സമയത്ത് ആ വീട് ഒഴിവാക്കി വാടക വീട്ടിൽ നിന്ന് ഇൻട്രോ വീഡിയോ എടുത്തു. പിന്നെ മുടി തലയിൽ നിറയെ പേനായിട്ടും മുടിയിൽ നിന്ന് ബ്ലാക്ക് പൊടി വരുന്നു എന്ന് കുറ്റം പറഞ്ഞു.
അപ്പം നന്ദിയില്ലായ്മ ഇസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഞങ്ങൾ രീതി അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ അങ്ങ് ആർക്കും കിട്ടാവില്ല. പിന്നെ വേറെയും നല്ല വല്ല കോമഡിയിലും കാണുന്നത് നല്ലത്. ഉമ്മ അതിൽ കിടന്നുകൊണ്ട് എന്നതാ ഒരു സുധിയുടെ മരിച്ചുപോയി. അവനാണ് ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണമല്ലോ. ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണ്ടേ, എന്റെ സുധിച്ചേട്ടൻ മരിച്ചുപോയി, അല്ലെ എന്റെ ഭർത്താവ് മരിച്ചതാ. ഞാൻ പറയണല്ലോ എന്റെ പുള്ളിക്കാരൻ മരിച്ചാന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കണമല്ലോ. ഇത് പുള്ളിയെ കൊണ്ട് പുള്ളിക്കാരി മുതലെടുക്കുക. സുധീനെ വിറ്റ് ജീവിക്കുന്നതാണോ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെ വിറ്റ് ജീവിക്കാന്നല്ല, അങ്ങനെ തന്നെ. അവന്റെ പറയേണ്ടടുത്ത് പറയണം, അല്ലാത്തടുത്ത് എപ്പോഴും 24 മണിക്കൂർ സുധി. ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുധിയുടെ കാര്യം പറയുന്നത് കേട്ട് ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു. ബിഗ് ബോസിൽ പോയാലും സുധിയാണ്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കുറ്റപ്പെടുത്തലാവും ഈ അന്തം ഫാൻസിന്. ഇപ്പോൾ ആലോചിക്കും, ഇത് ഇനി ഇവരും പറയുന്നത് ഭർത്താവ് മരിച്ച ആദ്യത്തെ സ്ത്രീ ഇവർ മാത്രമൊന്നുമല്ല, എത്രയോ ആൾക്കാരുണ്ട് എന്ന് കരുതി രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ സുധിയേട്ട, എൻ്റെ കിച്ചു, എൻ്റെ ഋതപ്പ, ഇങ്ങനെ ഒരു താമരേനെ നോക്കി അല്ല എന്താണ് ഒരു തത്തേനെ നോക്കി കിടന്ന് കരയുക, ക്യാമറ നോക്കി കിച്ചുവിനെ വിളിച്ച് കരയുക. കിച്ചു എന്നെ ഞെട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കിച്ചുവിന് ഒരു വിളിയും അതും ഇതൊന്നുമില്ല. ഈ സമയത്താണ് കിച്ചുവിനെ വിളി. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇവർ ഭയങ്കര ഫേക്കായിട്ട് നിൽക്കുകയാണ്. കാരണം സ്വന്തം മോൻ 24 മണി കിച്ചു എൻ്റെ കിച്ചു എന്ന് പറയുന്ന കിച്ചുവിൻ്റെ ചാനലിന് 1 lakh സബ്സ്ക്രൈബർ ആയത് ഇവർ അറിഞ്ഞിട്ടില്ല. കിച്ചു എന്താ പഠിക്കുന്നത്, എന്താ കോഴ്സെന്ന് ചോദിച്ചു നോക്ക്, അതുപോലും ഇവർക്ക് അറിയില്ല. പിന്നെ ഇവർ എന്തിനാ ഇങ്ങനെ ഫേക്കായിട്ട് നിൽക്കുന്നതെന്നാണ്. അപ്പം ഈ രേണുസുധീൻ ആത്മാർത്ഥമായി അറിയുന്ന ആൾക്കാരാണ് രേണുസുധീൻ്റെ നാട്ടുകാർ. അവർക്കറിയാം ഇവൾ ഈ ബിഗ് ബോസിൽ കാണിക്കുന്നത് ഫുൾ ഫേക്കാണ്. അതുകൊണ്ട് തന്നെ ഫേക്കായിട്ടുള്ള ഒരാളുടെ ഗെയിം കാണാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നും ഞാനല്ല പറഞ്ഞത് കേട്ടോ, അയൽവാസികളാണ്. ഇനി അതിന്റെ പേരിൽ എന്നെ പിടിക്കാൻ വരണ്ട രേണുസുധി ഫാൻസ്. ബോസിൽ പോയാലും സുധിയാ, സുധിച്ചേട്ടന് വേണ്ടിയിട്ടാ എല്ലാം. അല്ലാണ്ട് സ്വന്തം കാര്യത്തിനല്ല. സ്വന്തം കാര്യമല്ല പുള്ളിക്കാരി എല്ലാം സുധിക്ക് വേണ്ടിയിട്ടാ. പുള്ളിയുടെ സ്വന്തം കാര്യമോ മക്കൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. പുള്ളിക്കാരിയെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ടിയോ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. മരിച്ചുപോയി, നമ്മള് മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയണം. പക്ഷെ ഏത് സമൂഹത്തിൽ എന്നാലും എന്റെ സുധി കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം. മൂത്ത ഒരു കൊച്ചനുണ്ട്, അവന്റെ കാര്യം പറയണം. കിച്ചു അവന്റെ കാര്യം പറയണം. എല്ലാവരുടെയും കാര്യം പറയണം. ഇത് പുള്ളിക്കാരി അങ്ങനെ ഒരു ഇതായിപ്പോയി. അത് കാരണം ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. ഇനി നമുക്കറിയത്തില്ല വേറെ കാര്യങ്ങളൊന്നും. അല്ല, മറ്റേ ഈ ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസ് ആരാണ് കൂടുതൽ ഇഷ്ടം ചേച്ചിക്ക്? എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറയത്തില്ല. സത്യല്ലേ? ഈ അമ്മ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോ? പറയണം. സുധീനെ പറ്റി പറയരുത് എന്നല്ല, പറയേണ്ട സ്ഥലത്ത് പറയണം. ഈ 24 മണിക്കൂർ ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ഒരു വെറുപ്പ് വരും. എത്രയോ ആർട്ടിസ്റ്റുമാരുടെ ഭാര്യമാർ മരിച്ചു പോയിട്ട്, എത്രയോ ആർട്ടിസ്റ്റുമാരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ട്, ഈവൻ ജഗദീഷിനൊക്കെ ഭാര്യ മരിച്ച സമയത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ, അങ്ങനെ എത്രയൊക്കെ മരണങ്ങൾ സംഭവിച്ചു. ഈ അടുത്ത് ഒരു കലാഭവൻ, പേര് എനിക്ക് കിട്ടുന്നില്ല, ഒന്നുമില്ല, തൊട്ടു മുമ്പ് ഭാര്യനെ വിളിച്ച് ഞാൻ വരാൻ പോവാന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു. എന്തൊക്കെ ഇവരൊക്കെ 24 മണിക്കൂർ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ? അത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതാ ഞങ്ങൾ പറഞ്ഞത്, സുധീനെ യൂസ് ചെയ്ത് നിങ്ങൾ കളിക്കുക. നിങ്ങൾ രേണുവായിട്ട് കളിക്കുക, രേഷ്മ തങ്കച്ചനായിട്ട് കളിക്കുക, എന്നിട്ട് നിങ്ങൾ വിജയിച്ചു വരൂ. സുധിക്ക് വേണ്ടി, സുധിയേട്ടന് വേണ്ടി, എൻ്റെ സുധിയേട്ടൻ. അപ്പോൾ സുധിയേട്ടൻ ഫാനോളികളെല്ലാം ഇവരുടെ സൈഡിലോട്ട് വരുന്ന. ഞാൻ ഈ കോമഡി സൂപ്പർ സ്റ്റാർ ലൈക്ക് സൂപ്പർ നൈറ്റ്, നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ പ്രോഗ്രാം, എനിക്ക് എൻ്റെ ഫുൾ പേര് കിട്ടുന്നില്ല ഗൈസ്, ഐ എം സോറി. ആ പരിപാടിയിൽ ഒരുവിധം ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നിരത്തിപ്പിടിച്ച് നമ്മുടെ മീഡിയക്കാർ ചെന്നിട്ട്, നമ്മുടെ നീലക്കുയിൽ പോലെയുള്ള പേജുകാർ ചെന്നിട്ട് ബിഗ് ബോസിൽ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാ, ലക്ഷ്മി നക്ഷത്രേൻ്റെ അടുത്ത് വരെ ചോദിച്ചു. കൊല്ലം സുധീനെ സ്വന്തം സഹോദരനായി കൊണ്ടുവരുന്ന ലക്ഷ്മി നക്ഷത്രം വരെ പറഞ്ഞത് അനീഷിൻ്റെ പേര്, അനുമോളെ പറ്റിയും പറഞ്ഞു. രേണു സുധീനെ പറ്റി ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങളുടെ തനി നിറം അറിയുന്ന ആൾക്കാർ ഇങ്ങനെയാണ്. നമ്മളെക്കൂടെ കുറച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും പറയും, ഇതൊന്നും അറിയാണ്ട് കുറേ കമൻറ്റുകൾ വന്ന് ചീത്ത പറയും. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ അന്തം ഫാൻസ് ഉണ്ട്. പറയട്ടെ, പറയാൻ പറ്റുന്ന അത്രയും കാലം നിങ്ങൾ കിടന്ന് പറയട്ടെ. പ്രത്യേകിച്ച് ഒന്നും നിങ്ങളെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പക്ഷേ ഒന്ന് സ്വയം ചിന്തിക്കുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ശരിയാണോ? 24 മണിക്കൂറും ഒരു സ്ട്രാറ്റജി ആയിട്ട് സ്വന്തം ഭർത്താവിനെ ഉപയോഗിക്കുന്നത് ഇസ് ഇറ്റ് ഗുഡ്?
അല്ല ഇഷ്ടം കൂടുതൽ ഇഷ്ടം അല്ല പലർക്കും ഇഷ്ടം അനീഷിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർക്ക് ഇഷ്ടം അനുവിനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം അനു അവള് കാര്യം എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാല് അനുവിനെ തന്നെയാ. അവള് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാല് നല്ലൊരു അവൾക്ക് ഇച്ചിരി ഇതൊക്കെ ഒരു കോമാളിയാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവള് പാവം അനുവിനെ ഇഷ്ടം. അനുവിന്റെ ഭാഗമൊക്കെ വരുമ്പോ അല്ല മറ്റുള്ളവരുടെ ഒക്കെ വരുമ്പോ രേണുസൂതിയുടെ ഭാഗം വരുമ്പോ ഒരുമാതിരിപ്പെട്ട മനുഷ്യരെല്ലാം നമ്മളിപ്പോ പുറത്തോട്ട് പോവാന്ന് വെച്ചു. ബിഗ് ബോസിലെ ഒരു കാര്യം നമ്മൾ പറയാ, ബിഗ് ബോസ് എന്നെ നിഷ്കളങ്കമായിട്ടാണെന്നറിയോ ഈ അമ്മച്ചി പറയുന്നത്. അവളൊരു കോമാളിയാണ്. അതൊരിക്കലും അവളെ കോമാളി ജോക്കർ എന്ന് വിളിച്ചതല്ല. അവർക്ക് അതെങ്ങനെയാ പറയേണ്ടത്, എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ചിരിപ്പിച്ച് ഒരു കുട്ടിക്കളിയൊക്കെ ആയിട്ട് ഫണ്ണായിട്ട് അതിലൊരു ബാർബി ഡോളായിട്ട് നടക്കുന്നു എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം ഇതൊക്കെ ഈ അഭിപ്രായങ്ങളും ഈ വർത്തമാനങ്ങളും ഈ കാര്യങ്ങളും ഒന്നും ഒരാൾ ഫേക്ക് ചെയ്ത് പറയല്ല. ഈ അമ്മച്ചിക്കറിയത് ഈ അമ്മച്ചി പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വരും, ഇത് വർത്താനാവും ഡിസ്കഷൻ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും അവർ പറയുന്നുണ്ടെങ്കിൽ 4 ആൾ അറിഞ്ഞോട്ടെ ഇതാണ് ഇവളുടെ സ്വഭാവം, ഇതൊക്കെയാണ് ഇവൾ കാണിച്ചു കൂട്ടുന്നത്, ഈ ഇവളെയാണ് നിങ്ങളെല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുന്നത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഈ കാര്യവും സത്യാവസ്ഥയും ഒന്നും മനസ്സിലാക്കാണ്ട് വെറുതെ ഈ നമ്മളെ തലയ്ക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെപ്പോലെ വല്ല ആൾക്കാരെ വന്ന് കമൻറ്റിൽ കൊടുത്തെറി വിളിക്കും. അത്രയും എനിക്ക് പറയാനുള്ളൂ. സോ രേണുസുതി ഫാൻസ്, ഇതൊന്നും ഞാനല്ല പറഞ്ഞത്, ഇതൊക്കെ പറഞ്ഞത് ഇവരാണ്. സോ അത്രയും പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചേട്ടാ ബൈ.